നിങ്ങൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? അല്ലെങ്കിൽ കൂർക്കം വലി സ്ഥിരമായിട്ടുണ്ടോ? രാത്രി എത്ര ഉറങ്ങിയാലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കരമായിട്ട് ടയേർഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇത് സ്ലീപ്പ് അപ്നിയ എന്ന കണ്ടീഷൻ ആയിരിക്കാം. ഈ കണ്ടീഷൻ എന്താണെന്നും ഇത് എങ്ങനെ നമുക്ക് കുറച്ച് കൊണ്ടുവരാമെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് നോക്കാം. സ്ലീപ്പ് അപ്നിയ എന്ന കണ്ടീഷൻ രാത്രി ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ എയർവേയിൽ ഉണ്ടാവുന്ന ബ്ലോക്കേജ് കാരണമാണ് ഉണ്ടാവുന്നത്. ഇത് കാരണം നമ്മുടെ ശ്വാസം ചിലപ്പോൾ 2-3 സെക്കൻഡ് വരെ നിന്നു പോകാം. അതുകൊണ്ട് തന്നെയാണ് ചില ആൾക്കാർ രാത്രി ഉറങ്ങുന്ന സമയത്ത് ശ്വാസം നിന്നിട്ട് പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുന്നത്. അലർജിയുള്ള ആൾക്കാരിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. കാരണം അലർജിയുള്ള ആൾക്കാരിൽ മൂക്കടപ്പ് ഒപ്പം ഉണ്ടാവും. ഈ മൂക്കടപ്പ് കാരണം തന്നെ പലപ്പോഴും മൗത്ത് ബ്രീത്തിങ്ങിലേക്കാണ് ഇവരെത്തുന്നത്. രാത്രി മൗത്ത് ബ്രീത്തിങ് കൂടുന്ന സമയത്ത് എയർവേ വല്ലാതെ ഡ്രൈ ആകുന്നു. ത്രോട്ട് മസിൽസ് റിലാക്സ് ആകുന്ന സമയത്ത് എയർവേ വല്ലാതെ നാരോ ആകുന്നു. അതുകൊണ്ട് തന്നെയാണ് രാത്രി കൂർക്കം വലിക്കുന്നതും സ്ലീപ്പ് അപ്നിയ വരുന്നതും. പലർക്കും ഇതുകൊണ്ട് തന്നെയാണ് രാത്രി സിവിയർ ആയിട്ടുള്ള മൂക്കടപ്പ് ഉണ്ടാവുന്നതും കൂർക്കം വലിക്കുന്നതും മൗത്ത് ബ്രീത്തിങ് വരുന്നതും ശ്വാസം പെട്ടെന്ന് നിന്നു പോകുന്നതും അതുപോലെ തന്നെ പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുന്നതും രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള ക്ഷീണവും തലവേദനയും ഉണ്ടാകുന്നത്. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ഇഗ്നോർ ചെയ്യുന്ന സമയത്ത് ശരീരത്തിലെ ഓക്സിജൻ സപ്ലൈ കുറയുന്നു. ഇങ്ങനെ ലോങ് ടേമിൽ പോകുന്ന സമയത്ത് ഇത് ഹാർട്ടിന് ഇഷ്യൂസ് ഉണ്ടാക്കാനും BP കൂട്ടാനും അതുപോലെ തന്നെ കുട്ടികളിലാണെങ്കിൽ കോൺസെൻട്രേഷൻ ഇഷ്യൂസ് ഉണ്ടാവാനും പല ഡെഫിഷ്യൻസിയിലേക്കും ഇത് എത്തിക്കുന്നു. ഇത് കുറയ്ക്കാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുക. ആദ്യമായി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നെയ്സൽ എയർവേ ഓപ്പൺ ആക്കുന്നതാണ്. രാത്രി കിടക്കുന്നതിന് മുന്നേ സ്റ്റീം ഇൻഹലേഷൻ ചെയ്യുന്നത് നിങ്ങളുടെ മൂക്ക് കുറച്ചുകൂടെ തുറക്കാൻ സഹായിക്കുന്നതാണ്. ബെഡ്റൂം ഡസ്റ്റ് ഫ്രീ ആക്കി വെക്കുക എന്നുള്ളത് അത്യാവശ്യമായ ഒരു കാര്യമാണ്. ബെഡ്ഷീറ്റ്സ് ആണെങ്കിലും പില്ലോ ആണെങ്കിലും ചൂടുവെള്ളത്തിൽ കഴുകുന്നത് ഡസ്റ്റ് മൈറ്റ്സ് എല്ലാം ഒഴിവാക്കുന്നതിന് വളരെ ഹെൽപ്ഫുള്ളാണ്. ഇങ്ങനെ ഡസ്റ്റ് അലർജി കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നൈറ്റ് ബ്രീത്തിങ് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും. രാത്രിയിലെ കോൾഡ് എക്സ്പോഷർ കുറയ്ക്കുക. അതായത് കിടക്കുന്ന സമയത്തൊക്കെ AC ഡയറക്റ്റ് ആയിട്ട് ഫേസിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക. സ്ലീപ്പിംഗ് പൊസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മലന്ന് കിടക്കുന്ന സമയത്ത് മൂക്ക് അടഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് കിടക്കുന്നതോ അല്ലെങ്കിൽ കുറച്ച് കമിഴ്ന്ന് കിടക്കുന്നതോ നിങ്ങളുടെ എയർ ഫ്ലോ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും. ഇനി ഓവർ വെയിറ്റ് ഉള്ള ആൾക്കാർ ചെറിയൊരു വെയിറ്റ് റിഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ അതുപോലും നിങ്ങളുടെ കൂർക്കം വലി ആണെങ്കിലും നിങ്ങളുടെ മൂക്കടപ്പാണെങ്കിലും കുറയ്ക്കാൻ സഹായിക്കും. ഡേ ടൈമിൽ മൂക്കടപ്പ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിരിക്കുക എന്നുള്ള കാര്യം. സ്ട്രോങ് ഫ്രാഗ്മെൻസ് ഉള്ള പെർഫ്യൂംസ് ആണെങ്കിലും സ്പ്രേ ആണെങ്കിലും അവോയ്ഡ് ചെയ്യുന്നത് നന്നായിരിക്കും. രാത്രിയിലെ ബ്രീത്തിങ് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നെയ്സൽ ബ്ലോക്കേജ് ക്ലിയർ ആക്കണം എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ദിവസം കൂർക്കം വലിക്കുന്നത് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇത് ബോഡി തരുന്ന ഒരു വാർണിംഗ് സിഗ്നലാണ്. നിങ്ങൾക്കോ നിങ്ങളുടെ പാർട്ട്ണർക്കോ സ്ലീപ്പ് അപ്നിയ ഉണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്യുക. ഇത് നിങ്ങളുടെ സ്ലീപ്പിംഗ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും.